നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ വളരെ നിർണായകമായ എന്നാൽ ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞ ഒരേടിനെക്കുറിച്ചാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അപ്പോ എങ്ങനെയാണ് കൊളോണിയൽ ഭരണത്തിനെതിരെ അത്രയധികം പോരാടിയിരുന്ന ഒരു പാർട്ടി പെട്ടെന്നൊരു ദിവസം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അവസാന പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നത്? ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണല്ലേ? ഇതിന്റെ ഉത്തരം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ചരിത്രകാരന്മാർക്കിടയിൽ ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത് തന്നെ മഹത്തായ വഞ്ചന എന്ന പേരിലാണ്. അത്ര ശക്തമായൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേര് വരാൻ കാരണം? അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതിന്റെ തുടക്കം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 1939 ഒന്ന് തിരികെ പോകണം. രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങുന്ന സമയം. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഏതാണ്ട് ഒരേ നിലപാടിലായിരുന്നു, അതായത് ഒരേ ചേരിയിലും. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് CPI, രണ്ടാം ലോക മഹായുദ്ധത്തെ കണ്ടത് ഒരു സാമ്രാജ്യത്വ യുദ്ധമായിട്ടായിരുന്നു. അവർ ബ്രിട്ടീഷ് യുദ്ധശ്രമങ്ങളെ വളരെ ശക്തമായി എതിർത്തു. സ്വാഭാവികമായും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു വികാരം രാജ്യത്ത് അലയടിക്കുന്ന സമയത്ത് ഈ നിലപാടിന് വലിയ ജനപിന്തുണ കിട്ടി. CPI സംഘടിപ്പിച്ച സമരങ്ങൾക്കും പണിമുടക്കുകൾക്കുമൊക്കെ ആളുകൾ കൂട്ടത്തോടെയെത്തി. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെ ഒരേ ദിശയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് 1941 ജൂൺ 22 കഥ ആകെ മാറുന്നത്. ആ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം തലക്കീഴായി മറിഞ്ഞു. എന്താ സംഭവിച്ചത്? നാസി ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു. ലോകത്തിന്റെ ഒരു കോണിൽ നടന്ന ആ സംഭവം ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്ന് നോക്കൂ. ഈയൊരു ആക്രമണം നടന്നതോടെ CPI അവരുടെ നിലപാടുകൾ 180 ഡിഗ്രിയിൽ അങ്ങ് മാറ്റി. അതുവരെ പറഞ്ഞതും ചെയ്തതുമെല്ലാം അവർ തിരുത്തി. നോക്കൂ, ഈ മാറ്റം എത്രത്തോളം വലുതാണെന്ന്. 1941 വരെ ഇതൊരു സാമ്രാജ്യത്വ യുദ്ധമായിരുന്നു. ബ്രിട്ടനെ എതിർക്കണം, കോൺഗ്രസിനോടൊപ്പം നിൽക്കണമെന്നായിരുന്നു നിലപാട്. എന്നാൽ 1941 ശേഷം പെട്ടെന്നിതൊരു ജനകീയ യുദ്ധമായി, അതായത് ഫാസിസത്തിനെതിരായ പോരാട്ടം. അപ്പോൾ എന്തു വേണം? ബ്രിട്ടനെ പിന്തുണയ്ക്കണം, കോൺഗ്രസിനെ എതിർക്കണം. എങ്ങനെയാണ് ഇങ്ങനെയൊരു മലക്കമറിച്ചിൽ സാധ്യമായത്? അതിനുള്ള ഉത്തരമാണ് കോമിൻടാൺ. എന്താണ് ഈ കോമിൻടാൺ? അതൊരു അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് സംഘടനയാണ്. നിയന്ത്രിക്കുന്നത് സോവിയറ്റ് യൂണിയൻ. ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നയങ്ങൾ തീരുമാനിക്കുന്നത് ഇവരായിരുന്നു. അപ്പോ നിർദ്ദേശം വന്നത് മോസ്കോയിൽ നിന്നാണ്. അവരുടെ ലോജിക്ക് വളരെ സിമ്പിളായിരുന്നു. 1. സോവിയറ്റ് യൂണിയനാണ് ലോക തൊഴിലാളി വർഗത്തിന്റെ സ്വന്തം രാജ്യം. 2. ആ രാജ്യത്തെയാണ് നാസി ജർമ്മനി ആക്രമിച്ചത്. 3. ജർമ്മനിക്കെതിരെ പോരാടുന്ന ബ്രിട്ടൻ ഇപ്പോൾ സോവിയറ്റ് യൂണിയന്റെ മിത്രമാണ്. അപ്പൊ പിന്നെ എന്തു ചെയ്യണം? ബ്രിട്ടനെ സഹായിക്കുക എന്നത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെയും വിപ്ലവകരമായ കടമയാണ്. ഇതിന്റെ അർത്ഥമെന്താ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തേക്കാൾ വലുതാണ് സോവിയറ്റ് യൂണിയന്റെ സംരക്ഷണം എന്ന നിലപാടിലേക്ക് അവരെത്തി. ഈ ഒരു തീരുമാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതിയിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു. കാരണം അതേ സമയത്താണ് ഇന്ത്യയിൽ മറ്റൊരു വലിയ മുന്നേറ്റം രൂപപ്പെട്ടു വന്നത്. അതെ, 1942 ഓഗസ്റ്റ്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാനത്തെയും ഏറ്റവും തീവ്രമായതുമായ ഘട്ടം. ഗാന്ധിജിയുടെ ആ ചരിത്രപ്രസിദ്ധമായ ആഹ്വാനം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത്, രാജ്യം മുഴുവൻ ഏറ്റെടുത്തു. അങ്ങനെ രാജ്യം ഒന്നടങ്കം ബ്രിട്ടീഷുകാർക്കെതിരെ അന്തിമ പോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ CPI എന്തു ചെയ്തു? അവർ ഈ സമരത്തെ എതിർത്തു. കാരണമെന്താ? ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടനെ ദുർബലപ്പെടുത്തും, അത് ഫാസിസത്തിനെതിരെയുള്ള യുദ്ധത്തെയും ദുർബലപ്പെടുത്തും എന്നായിരുന്നു അവരുടെ വാദം. അവർ വെറുതെ എതിർക്കുക മാത്രമല്ല ചെയ്തത്, രാജ്യവ്യാപകമായി നടന്ന പണിമുടക്കുകൾ പൊളിക്കാൻ അവർ സജീവമായി പ്രവർത്തിച്ചു. യുദ്ധത്തിനുവേണ്ടി ഫാക്ടറികളിൽ ഉൽപ്പാദനം കൂട്ടാൻ ആഹ്വാനം ചെയ്തു. സമരത്തിനിറങ്ങിയ വിദ്യാർത്ഥികളെ പിന്തിരിപ്പിച്ചു. ശരിക്കും ബ്രിട്ടീഷുകാരുമായി നേരിട്ട് സഹകരിച്ചു. ഇതിന് ബ്രിട്ടീഷുകാർ കൊടുത്ത സമ്മാനം എന്തായിരുന്നു? അതുവരെ CPIക്കുണ്ടായിരുന്ന നിരോധനം അവരെടുത്തുമാറ്റി. ഒന്നാലോചിച്ചു നോക്കൂ, കോൺഗ്രസ് നേതാക്കളെല്ലാം ജയിലിൽ പോയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രവർത്തിക്കാൻ നിയമപരമായ സ്വാതന്ത്ര്യം കിട്ടി. അപ്പോ ഈയൊരു നിലപാട് മാറ്റം CPIയുടെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെയാണ് ബാധിച്ചത്? അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ ലാത്തിയും തോക്കും നേരിട്ടുകൊണ്ടിരുന്ന സാധാരണ ഇന്ത്യക്കാരന് ഈയൊരു നിലപാട് ഒട്ടും മനസ്സിലായില്ല. അവർക്കതൊരു ചതിയായിരുന്നു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഗദ്ദാർ അഥവാ ചതിയന്മാർ എന്ന പേര് വീണത്. ഈ ഒരു താരതമ്യം നോക്കിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം അറസ്റ്റിലായി.
പക്ഷേ അതിന്റെ ഫലമായി അവർക്ക് ജനങ്ങൾക്കിടയിൽ വലിയ ധാർമ്മിക ശക്തി കിട്ടി. അതേസമയം CPIയുടെ നിരോധനം ബ്രിട്ടീഷുകാർ നീക്കി. സംഘടനാപരമായി അവർക്ക് വളരാൻ പറ്റി, പക്ഷേ ധാർമ്മികമായി അവർ ഒറ്റപ്പെട്ടുപോയി. അപ്പോ ആത്യന്തികമായി സംഭവിച്ചത് ഇതാണ്: ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു മുകളിലായി സോവിയറ്റ് യൂണിയന്റെ താൽപ്പര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്തു. ഒരു അന്താരാഷ്ട്ര ശക്തിയോടുള്ള ഈ വിധേയത്വം അവരുടെ ചരിത്രത്തിലെ ഒരു ആദിപാപമായി മാറി. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യമുയരുന്നത്. ഒരു അന്താരാഷ്ട്ര പ്രത്യയശാസ്ത്രവും സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യസമരവും തമ്മിൽ നേർക്കുനേർ വരുമ്പോൾ എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? അങ്ങനെ കൊടുക്കുന്ന മുൻഗണനയുടെ വില എന്തായിരിക്കും? ഈ ഒരു സംഘർഷം ഒരുപക്ഷെ ഇന്നും പല രൂപങ്ങളിലും പ്രസക്തമാണ്, അല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?